ചേച്ചിയുടെ ഈ ഒരു ഇത്രയും ഉള്ള ടീച്ചിങ് കരിയറിൽ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ ട്രെയിനിങ് കരിയറിൽ ഒരു കരിയറിന് വേണ്ടിയിട്ട് വന്ന് അതിൽ സക്സസ്ഫുൾ ആക്കിയ ഒരുപാട് ലൈഫ് സ്റ്റോറീസ് ഉണ്ടാവില്ലേ? അതിൽ ചേച്ചിയെ സ്വാധീനിച്ച ഒരാളുണ്ടോ? തീർച്ചയായിട്ടും. അതായത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് 1000-ഓ 2000-ഓ ഏൺ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് പിന്നീട് ക്ലാസ്സിൽ പങ്കെടുത്ത് ഈ പ്രാക്ടീസുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ സക്സസ് സ്റ്റോറി നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ദിവസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. ഇന്ന് സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് ഈ ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സിന്റെ ബിസിനസ് ആണ് അദ്ദേഹം. കോഴിക്കോടുള്ള സ്റ്റുഡന്റ് ആണ്. ഇന്ന് അതിൽ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് അത്രയും പറ്റ ഡൗൺ ആയിരിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് പവർ കറക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് പോലും എങ്ങനെയാ? മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ടാ. പലരും വിചാരിക്കുന്ന മിക്ക ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്ത് 1 വർഷത്തിനകം അടച്ചു പൂട്ടുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞ് ബിസിനസിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നില്ല, ഇറങ്ങിത്തിരിക്കുന്നു. അതൊരു റീസൺ ആണ്. ചെറിയൊരു പരാജയം വരുമ്പോൾ അയ്യോ എൻ്റെ ബിസിനസ് തീർന്നു. ഈ നെഗറ്റീവ് ചിന്തകളാണ് അവരുടെ ബിസിനസ്സിനെ വളർത്താത്തത്. അപ്പോൾ നമുക്ക് ആ ബിസിനസ് വളരണമെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ ഒരു കട തുടങ്ങി, അതിൻ്റെ ഇപ്പുറത്തെ കട മേടിച്ചു, ഇപ്പുറത്തെ കട മേടിച്ചു, ആ ഏരിയ മൊത്തം അവർ സ്വന്തമാക്കും. അത് ശരിയാണ്. പവർ ഓഫ് മൈൻഡ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങളതായിത്തീരും. അപ്പൊ നിരന്തരമായിട്ട് വേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. വേണ്ടാത്തത് ചിന്തിക്കുമ്പോഴാണ് ബിസിനസ് തകർച്ചയിലേക്ക് പോകുമ്പോൾ അയ്യോ ആരെങ്കിലും ചോദിക്കുക എങ്ങനെയുണ്ട് ബിസിനസ്, അത് കൊറോണയ്ക്ക് ശേഷം ബിസിനസ് ഭയങ്കര ഡള്ള. അതൊരു പാട്ട് പോലെ പാടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. കൊറോണയ്ക്ക് ശേഷം ബിസിനസ് ഡള്ള. 10 പ്രാവശ്യം പാട്, സബ് കോൺഷ്യസ് മൈൻഡ് പതിഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും ആ ഒരു അവസ്ഥയിൽ പോകും. അതുകൊണ്ട് എൻ്റെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ളത് പറയരുത്. നിരന്തരം എന്ത് വേണം? ഞാനൊരു ബില്ലനെയർ ആണ്. ഞാനിപ്പോ വീഡിയോയിലൊക്കെ ബില്ലനെയർ എന്നൊക്കെ പറയുമ്പോൾ ചിലര് പറയും എന്തിനാ ഇങ്ങനെയൊക്കെ തള്ളുന്നത്? ഏറ്റവും വലിയ തള്ളിസ്റ്റാണ് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ മാനിഫെസ്റ്റർ. സത്യം.